Prime Minister Modi, why don't you take some questions from the freest press in the world? Please have patience. Please have questions. No, when to answer, where to answer, how to answer. These are my prerogatives. You ask a question, don't ask me to answer in a... എൻ്റെ പൊന്നു ചേച്ചി, ഞങ്ങളുടെ ഗുരു ഇന്ത്യയിൽ അറിയാവുന്ന ഭാഷയിൽ തന്നെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം കൊടുക്കാറില്ല. പിന്നെയാണ് ഇനി അവിടെ വന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചിട്ട് അതും എന്തുകൊണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല, പ്രസ് കോൺഫറൻസ് വിളിക്കുന്നില്ല, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നില്ല, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു എന്താ പറയുക ഈ സാമൂഹിക സമത്വം ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ വാ തുറക്കുന്നു നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഞങ്ങളിത് കഴിഞ്ഞ 10, 11, 12 വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കിതിൽ വലിയ എന്താ പറയുക ഒരു അതിശയം തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് വലിയ അതിശയം തോന്നും. കാരണം എന്താണ്, നിങ്ങൾ ലോകത്തിൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ നിങ്ങൾ 1ാമതും ഞങ്ങൾ 157ാമത്തെ സ്ഥാനത്തുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആകെ 150 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങൾ 157ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വാ തുറക്കാത്തതിന് നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങളിതൊരുമാതിരി ഈ എന്താ പറയുക അട്ട പിടിച്ച പോലെ എന്ന് പറഞ്ഞാൽ ഇതിലങ്ങോട്ട് വിടുന്നില്ല. നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞ് വിടും, അണ്ണനെ നാറ്റിച്ച് അവിടെ വിട്ടു, മൊത്തത്തിൽ നാറി, മൊത്തത്തിൽ നമ്മുടെ ഗുരുക്കൾ മൊത്തത്തിൽ നാറി നിൽക്കുന്ന ഒരു അവസ്ഥയെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോണ്ട് ഈ പെണ്ണുമ്പിള്ളയാണെങ്കിൽ ഇതെടുത്ത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നു, അവിടെ പോസ്റ്റ് ചെയ്യുന്നു, ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു, വീഡിയോ റിലീസ് ചെയ്യുന്നു. അത് ലോകം മൊത്തം കാണുന്നു. ആകെ മുഞ്ചി തെറ്റിയൊരു അവസ്ഥ. ഇതാണ് സത്യത്തിൽ നോർവേയിൽ നമ്മുടെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. ഒരു വല്ലാത്ത കഷ്ടമായിപ്പോയി. എവിടെ നിന്നും എല്ലാ സ്ഥലത്തുനിന്നും ഇന്ത്യയിൽ ഓൾറെഡി സ്കിപ്ഡാണ്, ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് എങ്ങനെയെങ്കിലൊക്കെ സ്കിപ്പടിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ വിശ്വഗുരു. ഏതാണെങ്കിലും വിശ്വഗുരുവിനോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് വിശ്വഗുരു അവിടെ നിന്ന് ഇറങ്ങിപ്പോയ രംഗം വളരെ രസമായിരുന്നു. ഒരുമാതിരി ഊട്ടിപ്പോയിട്ട് ലിഫ്റ്റിൽ കയറി ഇങ്ങനെ നോക്കുക ഇനി പിന്നാലെ വരുന്നുണ്ടോന്ന്, അങ്ങനത്തെ ചില സീനുകളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ പെണ്ണാണെങ്കിൽ അതിന്റെ പിന്നാലെ പോയിട്ട് അല്ല നിക്ക് ഞാൻ ചോദിക്കുന്നു കേൾക്കുന്നു പറഞ്ഞ പെണ്ണാണ് ഇതിന്റെ പിന്നാലെ പോകും ചെയ്യുക. എന്തോ ഭാഗ്യത്തിന് ലിഫ്റ്റ് അടച്ചതുകൊണ്ട് താൽക്കാലികമായിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതായിട്ടാണ് നമ്മൾ ഈ കണ്ടത്. ഏതാണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിനെ നാറ്റിച്ച് വിട്ടിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് മെഴുകിയ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ വിദേശകാര്യ വക്താക്കൾ അവിടെ മറ്റൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് അവിടെ പ്രധാനമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാനും നമ്മുടെ വിശ്വഗുരുവിനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറേ മെഴുകിയിട്ടുണ്ട്. ആ മെഴുകൽ കംപ്ലീറ്റ് അബദ്ധമാണ്. ഗോദി മീഡിയ അത് എടുത്തു വെച്ചിട്ട് വലിയ സംഭവമായിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അത് സ്പ്രെഡായിട്ട് ഭയങ്കര സെറ്റപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പത്രപ്രവർത്തകർക്ക് നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൊടുക്കുന്ന മറുപടി, ആ മറുപടി എല്ലാം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇവിടുത്തെ പത്രങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതാണ് ഏറ്റവും കോമഡി. നമുക്ക് അതിലോട്ട് പോകട്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഏതായാലും നിങ്ങളൊന്ന് പിടിച്ചിരുന്നോ, കുറേ കോമഡി നമ്മൾ കാണാനുണ്ട്. ഇങ്ങനത്തെ വല്ല പരിപാടികളൊക്കെ നിങ്ങൾ അവതരിപ്പിക്കുക. ഇങ്ങനത്തെ പരിപാടികൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഫോട്ടോ എടുക്കാനും കൈകൂപ്പാനും ഒരു സ്വയം ദൈവമായിട്ട്, അല്ല ഞാൻ തന്നെ ദൈവമാണെന്ന് ഞാൻ തന്നെ നാട്ടിൽ പറഞ്ഞതാണ് പണ്ട്. അതുകൊണ്ട് എന്നെ ദൈവമായിട്ട് കാണുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഇതേപോലെ പ്രത്യക്ഷപ്പെടും, ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നോട് ചോദ്യം ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ കണ്ണ് തുറന്ന് അല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് നിൽക്കില്ല, ഞാൻ ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ 180 രാജ്യങ്ങളിൽ 157ാമത്തെ സ്ഥാനത്തോട്ട് എത്തിയതും. അപ്പം ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല നമ്മുടെ സംഘികൾ ഒക്കെ അതുപോലെ തന്നെ ഗോദി മീഡിയക്കാർ വന്ന് നിൽക്കും, നീയൊക്കെ സംസാരിക്കുന്നില്ലേ, നിനക്കൊക്കെ ഇന്ത്യയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പോലും അതിന് സെൻസറിങ് എന്നൊരു കാലമായിട്ടുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കാനോ സംസാരിക്കാനോ ഈ ലോകത്ത് ആർക്കും അനുവദീയമല്ല. ഇന്ത്യയിൽ ഒരു പത്രക്കാർക്കും അനുവദീയമല്ല. നമ്മളായിട്ട് എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ ഗോദി മീഡിയക്ക് ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കും. അതാണ് നമ്മുടെ ലോക പ്രസ് ഫ്രീഡം ഇൻഡസ്ട്രിയിൽ ഇത്രയും ബാക്കോട്ട് എത്തിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രി അറ്റ്ലീസ്റ്റ് 12 വർഷത്തിൽ 1-2 വട്ടമെങ്കിലും ഒന്ന് പ്രസിൻ്റെ മുമ്പിൽ വന്നിരുന്നു, അല്ലെങ്കിൽ പ്രസിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ 257ാമത്തെ സ്ഥാനത്തോട്ട് എത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രധാനമന്ത്രി എന്ത് സംസാരിക്കുന്നു, ഇന്ത്യയെ പറ്റി പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടുകൾ എന്താണ് ഒക്കെ ഒന്ന് അറിയണം എന്ന് പത്രക്കാർക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ 1-ാം നമ്പർ രാജ്യമായിട്ടുള്ള പ്രസ് ഫ്രീഡത്തിൽ 1-ാം നമ്പർ രാജ്യമായിട്ടുള്ള നോർവേയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക്. ഏതാണെങ്കിലും പ്രധാനമന്ത്രിക്ക് ഉത്തരം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിദേശകാര്യ വക്താക്കൾ ഇന്ന് വന്ന് ചില ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ കോമഡിയാണ്. ഒരു 2 ചോദ്യങ്ങൾക്ക് 17 മിനിറ്റിൻ്റെ വലിയ ഉത്തരങ്ങളാണ്. കാരണം എവിടെയും പിടിക്കപ്പെടാൻ പാടില്ലല്ലോ. നമ്മൾ 8Z കാര്യങ്ങൾ നമ്മൾ കഥ പോലെ പറഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടുള്ള ഉത്തരങ്ങളാണ്. അപ്പം വിദേശകാര്യ
വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രധാന പ്രസ്താവനകൾ, ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളത്. അതായത് ക്ഷേമവും സുരക്ഷയും. അതായത് ചോദ്യതായിരുന്നു ഈ പത്രക്കാർ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോദി നിങ്ങൾ പത്രങ്ങൾക്ക് ഉത്തരം നൽകാത്തത്? ഇന്ത്യയിൽ ഈ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നടക്കുന്നില്ലേ? അപ്പോൾ ഇന്ത്യയെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനത്തെ ഒരു രാജ്യം, ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും അത് പുറത്തോട്ട് പറയാൻ മടിയില്ല ഒരു രാജ്യത്തെ നമ്മളെങ്ങനെ അന്താരാഷ്ട്ര രാജ്യങ്ങൾ വിശ്വസിക്കും എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് മൂപ്പര് പറയാത്തത് കൊണ്ടുള്ള ഉത്തരം ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ പ്രാഥമികമായിട്ട് സ്വന്തം പൗരന്മാരുടെ സുരക്ഷയും ക്ഷേമവും ലക്ഷ്യമാക്കിയിട്ടുള്ള കാര്യം മാത്രമാണ്. ഇന്ത്യയിലെ സ്വന്തം പൗരന്മാരുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പം എന്താ പറയുക, രാമൻ്റെ പേരിലും ഹനുമാൻ്റെ പേരിലും സീതയുടെ പേരിലും മീറ്റിൻ്റെ പേരിലും, അതായത് ബീഫിൻ്റെ പേരിലും, അല്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ബംഗാളിലൊക്കെ വരുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ട് അങ്ങനെ പലതിൻ്റെ പേരിൽ അവിടുത്തെ ആളുകൾക്ക് അനുഭവിക്കുന്ന സുഖലോലുപങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന്, ക്ഷേമം എത്രത്തോളം ഉണ്ട് നമുക്ക് നല്ലപോലെ അറിയാം. അത് അവിടെ നിൽക്കട്ടെ. ഇനി ആഗോള പൊതു നന്മയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ലോകവേദിയിൽ സന്തുലനാവസ്ഥ കൊണ്ടുവരിക, ഒരുമ കൊണ്ടുവരിക, വസുദൈവ കുടുംബകം, ലോകം മൊത്തം ഒരു കുടുംബം എന്ന ഒരു തത്വശാസ്ത്രത്തിന് കീഴിലാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വസുദൈവ കുടുംബമാണോ, അല്ലെങ്കിൽ ഹിന്ദു ഒരു കുടുംബം ഇവിടെ, മുസ്ലിം ഒരു കുടുംബമാവണം, ക്രിസ്ത്യൻ ഒരു കുടുംബമാവണം, ഹിന്ദു കുടുംബങ്ങൾ അതല്ലെങ്കിൽ സംഘി കുടുംബങ്ങൾ മതി ഇന്ത്യയിൽ, ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്ന് പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടും പൊക്കോളാനും, ക്രിസ്ത്യാനികളോട് നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ രാജ്യത്തോട്ട് പോയിക്കൊള്ളാനും പറഞ്ഞിട്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മ എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. അപ്പോൾ വസുദൈവ കുടുംബമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ ലോകത്തിന് എന്തിനാണ് ഇന്ത്യയെ വിശ്വസിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മെഴുകൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നു. കാരണം ഈ ചോദ്യങ്ങൾ ചോദിച്ച ആൾ ഇതിൻ്റെ ഇടയിൽ വീണ്ടും നിങ്ങളെന്താ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാണ്ട് നിങ്ങൾ വലിയ തത്വശാസ്ത്രമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പം ആകെ ഞെട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് നമ്മുടെ വിദേശകാര്യ വക്താവ് ദേഷ്യപ്പെടുന്നുണ്ട് ഈ പത്രപ്രവർത്തകരുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്ക് ബബ്ബ അടിച്ച് തുടങ്ങിയെന്ന് കണ്ടപ്പം അതിനുള്ള ഉത്തരം ഇങ്ങനെ തുടങ്ങിയിരുന്നു. രസ കേൾക്കാൻ ഒന്ന് കേട്ടു നോക്ക്. Let me finish my question. Let me finish my answer to the question. You ask me a question. You ask me a question. You ask me a question. Let me answer. You ask me a question. Let me answer. Okay? I will come to that. I will come to. Please have patience. Please have questions. No, when to answer, where to answer, how to answer. These are my prerogatives. You ask the question. Don't ask me to answer in a particular way. Let me answer. I will answer. Your first question. ഈ വീണോടത്ത് കിടന്ന് ഉരുള എന്ന് പറഞ്ഞില്ല, ഉരുള മാത്രമല്ല ഉരുണ്ടോടത്ത് വീണ്ടും കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യനെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പുള്ളി ഇംഗ്ലീഷിലാണ് പറയുന്നത്, നമുക്കത് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് സംസാരിക്കാം. അതായത് നിങ്ങൾ നോക്കൂ, ലോകത്തിന് ഒരു വലിയ മാരി വന്ന സമയത്ത്, അതായത് ഒരു എന്താ പറയുക രോഗം എന്ന സമയത്ത്, COVID-19 പോലത്തെ ഒരു സംഭവം വന്ന സമയത്ത് അത് ഇന്ത്യ പ്രതിരോധിച്ച് നിങ്ങൾ കണ്ടോ? അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിന്തിരിഞ്ഞു നിൽക്കാതെ 100-ലധികം രാജ്യങ്ങളിലോട്ട് വാക്സിനേഷനുകളും 150 രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും നൽകി ഇന്ത്യ ലോകത്തെ സഹായ ഹസ്തം നീട്ടി. സത്യമാണ്, ഇന്ത്യയിലെ ഫൈസർ കമ്പനികൾ പോലത്തെ കമ്പനികൾ വലിയ എന്താ പറയുക ഇതുണ്ടാക്കി, അല്ലെങ്കിൽ നല്ല കാര്യം. അതൊക്കെ ടെക്നോളജിക്കലി ഇന്ത്യ നല്ലത് തന്നെയല്ലേ, ഇന്ത്യ സപ്ലൈ ചെയ്യണം. അത് വെറുതെ അല്ല സപ്ലൈ ചെയ്ത്, നമ്മൾ പൈസ വാങ്ങിയിട്ടാണ് സപ്ലൈ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റോക്കിങ്ങിലും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പണക്കാരിലെ ലിസ്റ്റിലോട്ട് ഒന്ന് സൺഫാർമിനെ പോലത്തെ കമ്പനികൾ കയറി വന്നത്. നമ്മളിവിടെ ഉണ്ടാക്കി, നമ്മുടെ ടെക്നോളജി വെച്ച് നമ്മൾ ഫൈസർ ഉണ്ടാക്കി, നമ്മൾ അത് അങ്ങോട്ട് അയച്ചു, പല രാജ്യങ്ങളും തിരിച്ചയച്ചു. ആ കഥ വേറെ നിൽക്കട്ടെ, അത് നമ്മളിതിൻ്റെ ഇടയിൽ എടുത്തിടുന്നില്ല, നാറ്റിക്കുന്നില്ല മൊത്തത്തിൽ. പല രാജ്യങ്ങളും തിരിച്ചയച്ചു, അത് വാലിഡ് അല്ല എന്നും പറഞ്ഞ് തിരിച്ചയച്ചു, പോട്ടെ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അത് അങ്ങോട്ട് അയച്ചു, പൈസ നമ്മൾ വാങ്ങി. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ രാജ്യത്തെ മരണത്തിൻ്റെ കണക്കുകൾ നമ്മൾ മറച്ചു വെച്ചു, നമ്മൾ പുറത്തോട്ട് വിട്ടില്ല. നമ്മുടെ രാജ്യങ്ങളിലെ ഹോസ്പിറ്റലുകളിൽ ഓക്സിജൻ ഇല്ലാതെ വലിഞ്ഞ് ശ്വാസം മുട്ടി ആളുകൾ മരിച്ചു. അക്കൂട്ടത്തിൽ വാക്സിൻ, നമ്മുടെ രാജ്യത്ത് സാധാരണക്കാർക്ക് വാക്സിൻ കിട്ടാണ്ട് നമ്മൾ ബുദ്ധിമുട്ടി, ഒരുപാട് പേര് വാക്സിൻ കിട്ടാണ്ട് മരിച്ചു, വാക്സിൻ അടിച്ച ആളുകൾ മരിച്ചു. അങ്ങനെ ഒരു 100 കഥകൾ. നമ്മൾ കൊറോണനെ നമ്മൾ പ്ലേറ്റ് മുട്ടി അല്ലെങ്കിൽ പാത്രം മുട്ടി നമ്മൾ പറഞ്ഞയച്ചു, ഗോ കൊറോണ എന്ന് പറഞ്ഞപ്പോൾ കൊറോണ ഞങ്ങൾ ഓടിച്ചു, നമ്മൾ തീയിട്ട് കൊറോണ ഓടിച്ചു. ഇങ്ങനത്തെ കുറേ എന്താ പറയുക കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ നാട്ടിൽ നടന്നു. ഇത് നമ്മൾ അങ്ങ് മറച്ചു വെച്ചു. നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്ത ഫൈസറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ COVID-19 വൈറസിൻ്റെ കണക്ക് മാത്രം പറഞ്ഞ് അവിടെ നിന്നു. എന്തിനാണ് ഇയാൾ അല്ലെങ്കിൽ ഈ സ്ത്രീ ചോദിച്ച അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ഇത് എന്തിനാണ് എടുത്തിട്ടതെന്ന് അവിടെ കണ്ട ഒരാൾക്കും മനസ്സിലായിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് G20 ഒരുമിപ്പിച്ച് നമ്മൾ വിഭജിക്കപ്പെട്ട രാജ്യങ്ങളെ ഒത്തുചേർത്ത് 2023 G20 ഇന്ത്യ ന്യൂഡൽഹിയിൽ വളരെ സംഭവ ബഹുലമായിട്ട് നമ്മൾ ചെയ്തു. നമ്മൾ വിശ്വഗുരുവായി എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത് പറഞ്ഞത്. അതായത് റഷ്യ-യുക്രൈൻ യുദ്ധം കാരണം ആഗോള നേതൃത്വം തന്നെ ചേരി തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹസിച്ച് ന്യൂഡൽഹി പ്രഖ്യാപിച്ച
ഐക്യകണ്ഠേന പാസ്സാക്കി ഇന്ത്യക്ക് കഴിഞ്ഞു. അതുപോലെ ഗ്ലോബൽ സൗത്തിൽ ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് 125 വികസ്വര രാജ്യങ്ങളുടെ വെല്ലുവിളികൾ G20 ഉച്ചകോടി വേദിയിൽ എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യക്ക് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി സംഘടിപ്പിച്ചു. കൂടാതെ ആഫ്രിക്കൻ യൂണിയൻ G20 സ്ഥിര അംഗത്വം നേടിക്കൊടുത്തു. ഇതൊക്കെ ഇന്ത്യ നിർണായകമായിട്ട് പങ്ക് വഹിച്ചില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ഇപ്പോഴും ചോദ്യത്തിലോട്ട് വന്നിട്ടില്ല കേട്ടോ. ഈ പെണ്ണ് എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, എന്തുകൊണ്ട് ഇന്ത്യയിൽ അസമത്വം ഉള്ളതെന്നാണ് ചോദ്യം ചോദിച്ചത്. ഇന്ത്യയിൽ എന്തുകൊണ്ട് വിശ്വസിക്കണം? അതിനുള്ള ചോദ്യങ്ങൾ ഇന്ത്യയിൽ നമ്മളെ ഗോദി മീഡിയ കാണിച്ചു കൂട്ടിയുള്ള കാട്ടിക്കൂട്ടലുടെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ G20 ഉച്ചകോടിയുടെ കഥ നമുക്കറിയാം. അതായത് G20 ഉച്ചകോടിയുടെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള ചൈന വന്നിട്ടില്ല, ചൈന പങ്കെടുത്തിട്ടില്ല, ചൈനയുടെ പ്രസിഡന്റ് വന്നിട്ടില്ല, രണ്ടാമത് റഷ്യൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നിട്ടില്ല. കാരണം എന്താ, അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളിവിടെ ഗോദി മീഡിയയിൽ എന്താ അടിച്ചുകൊണ്ടിരുന്നത്? പപ്പ മോദിജി വാർ റുഗ്വാദിയ, മോദിജി യുദ്ധം നിർത്തിയത് കൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു, മോദിജി വിശ്വഗുരുവാണ്, ദൈവമാണെന്നുള്ള സംഭവങ്ങൾ നമ്മളിവിടെ അടിച്ചു വിട്ടു. ഈ രണ്ട് രാജ്യങ്ങളും ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഈ ഒരു ഇതിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ വേൾഡിലോട്ട് കൊടുക്കേണ്ട ഒരു തരത്തിലുള്ള, അതായത് കാര്യപ്പെട്ട ഈ രാജ്യങ്ങൾ അമേരിക്ക ബൈഡൻ വന്നിട്ടുണ്ട്, ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബൈഡൻ വന്നു പോയി, ഇപ്പോൾ ട്രംപ് വന്നു, മൊത്തത്തിൽ നമ്മൾ മുഞ്ചിത്തെറ്റി നിൽക്കുകയാണ്. അമേരിക്ക പറഞ്ഞ പോലെ എന്താണ് ചെയ്ത് കൊടുക്കാൻ, റഷ്യയുടെ എണ്ണ വാങ്ങൽ നിർത്തി, ചൈനയുമായിട്ടുള്ള എല്ലാ പരിപാടികളും നിർത്തി, നമ്മളിപ്പം അമേരിക്കയുടെ മുമ്പിൽ ഓശാനിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും ട്രേഡിങ്ങും എല്ലാം അണ്ട പൊട്ട കടാകത്തിൽ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഇയാൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല. G20 ഉച്ചകോടി കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള ആ വലിയ നേട്ടം എന്താണെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കിയാൽ വളരെ നന്നായിരുന്നു. അതിനുശേഷമായിരുന്നു നമ്മൾ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടില്ല. അപ്പം ഇതായിരുന്നു രണ്ടാമത്തെ അവിടുത്തെ എക്സ്പ്ലനേഷൻ. അവിടെ തന്നെ അത് മുഞ്ചി. പിന്നെ നമ്മൾ ജനാധിപത്യം തുളുമ്പുന്ന രാജ്യമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ജനാധിപത്യം മതേതരത്വം എല്ലാം കൂടി തുളുമ്പി നിൽക്കുന്ന രാജ്യത്ത് G20 ഉച്ചകോടിയുടെ സമയത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു അംഗങ്ങളെയോ ഈ പറഞ്ഞ ഉച്ചകോടി വിളിച്ചിട്ടില്ല. അവിടെ തന്നെ നമ്മുടെ ജനാധിപത്യം പൂത്തുലഞ്ഞിരിക്കുന്ന ജനാധിപത്യം കഴിഞ്ഞ 2014 ശേഷം ഇവിടെ ഇല്ല എന്നുള്ളത് പൂർണ്ണ വ്യക്തതയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അത് വലിയ വിവാദവുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മനസ്സിലായല്ലോ G20 ഉച്ചകോടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എത്തുന്നത്. പിന്നെ അടുത്ത എക്സ്പ്ലനേഷൻ, നമ്മുടെ ഈ വിദേശകാര്യ വക്താവിൻ്റെ എക്സ്പ്ലനേഷൻ ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ചുള്ള മറുപടിയായിരുന്നു പിന്നെ വന്നിരുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള ഉറപ്പുകൾ, അതായത് മൗലിക അവകാശങ്ങൾ, സമത്വം ഉറപ്പു നൽകുന്ന ശക്തമായിട്ടുള്ള ഒരു ഭരണഘടന ഇന്ത്യക്കുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ പറഞ്ഞ ഭരണഘടനയാണ് നമ്മളെ രാജ്യം ഭരിക്കുന്ന RSS ഇതുവരെ അംഗീകരിക്കാത്തൊരു സാധനം. ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ മോഹൻ ഭഗത് ലാസ്റ്റ് എന്ന് പറഞ്ഞത് ഭരണഘടന ഞങ്ങൾ അത് ചിന്തിക്കുന്ന പോലും ഇല്ലെന്ന്. അപ്പം ഭരണഘടന അംഗീകരിക്കാത്ത, നമ്മുടെ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാത്ത, അതല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു റൈറ്റിനെയും നമ്മളെ അംഗീകരിക്കാത്ത പാർട്ടി ഭരിക്കുന്ന രാജ്യത്ത് വന്നിട്ട് ഭരണഘടന തേങ്ങാത്തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല, എൻ്റെ വിദേശകാര്യ വക്താക്കളെ. അപ്പോൾ ഇതാണ് അടുത്ത ഒരു എന്താ പറയുക മെഴുകലായിട്ട് നമ്മൾ കണ്ടത്. ഇനി കഴിയുന്നില്ല, അടുത്ത മെഴുകൽ നമുക്ക് നോക്കാം. ഒരു ഭരണഘടന ഇന്ത്യക്ക് ഉള്ളത് മാത്രമല്ല, അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഏതൊരു പൗരനും നീതി കിട്ടാൻ അല്ലെങ്കിൽ നീതി തേടാൻ കഴിയുന്ന സ്വതന്ത്രവും ഫലപ്രദവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു 2014 ശേഷം. അതിനുശേഷം നേരിട്ട് ദൈവം വന്ന് പറയാണ്, നീ ആ പള്ളി പൊളിച്ചിട്ട് അവിടെ അമ്പലം ഉണ്ടാക്കി. അപ്പം നമ്മളെ നീതിന്യായ വകുപ്പ് എന്ത് ചെയ്യും? നമ്മുടെ ചന്ദ്രചൂടനെ പോലത്തെ ആൾക്കാർ വന്നിട്ട് ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ഇതാണ് സത്യട്ടോ, നിങ്ങൾ അവിടെ പള്ളി പൊളിച്ചോട്ടോ, നിങ്ങൾ അവിടെ അമ്പലം ഉണ്ടാക്കിക്കോട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ വകുപ്പിൻ്റെ അവസ്ഥ. അതായത് ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കാർക്ക് ഒരു പ്രശ്നമില്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കും അവരുടെ വീടുകളിലോട്ടും കയറി ഇറങ്ങി നടക്കുന്ന EDയും NIAയും CBIയും നമ്മൾ കാണുന്നു. അവർ ചെല്ലുന്നതോടുകൂടി ഇവർ പാർട്ടി മാറുന്നു, അതോടുകൂടി അവർ പുണ്യാളന്മാരാകുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം എന്ത് വലിയ മൂഞ്ചൽ വർത്താനമാണ് ഇവിടെ പോയിട്ട് പറയുന്നത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇതൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സാധനം ഇന്ത്യയിൽ ഇല്ലായിട്ടും ഇത് കേൾക്കേണ്ടി വരുന്ന അവിടുത്തെ കൂടിയിരിക്കുന്ന പത്രപ്രവർത്തന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏത് രീതിയിലാണ് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ നാണം കെട്ടിയിരിക്കുന്നത് ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ചിന്തിച്ച് നോക്ക്, നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി ഈ പറഞ്ഞതും നമ്മുടെ രാജ്യത്തെ നടക്കുന്നതുമായിട്ടുള്ള ഒരു വിരോധാഭാസം എത്രത്തോളാണെന്നുള്ളത്. ഇനി അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്തത് ജനാധിപത്യത്തിൻ്റെ വ്യാപ്തിനെ പറ്റിയിട്ടാണ് നമ്മുടെ വിദേശകാര്യ വക്താവ് അടുത്തത് വാചാലനാവാൻ പോകുന്നത്. അതായത് ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പുകളുടെ വലിയ തോത് അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന പൊതു തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിലാണ്. വോട്ട് നിങ്ങൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ കുത്തി വെച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണോ, അത് SIR വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ EVMൻ്റെ ഉള്ളിൽ ഞങ്ങൾ എന്താണോ ഫീഡ് ചെയ്ത് വെച്ചാൽ അതേ നടക്കൂ. എവിടെയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഇപ്പം ശക്തമായിട്ടുള്ളത്? രാഹുൽ ഗാന്ധി പൊട്ടിച്ച ഹൈഡ്രജൻ ബോംബും മറ്റ് പല ബോംബുകളും നമ്മൾ കണ്ടു. എവിടെയൊക്കെ ആരൊക്കെ കുത്തിക്കയറ്റി അങ്ങ് ബ്രസീലിൽ നിന്ന് വരെ മോഡലിനെ നമ്മളിവിടെ ഇറക്കി നമ്മളിവിടെ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കയറി ഇമാതിരി കൊണവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ വ്യാപ്തി, വോട്ടിങ്ങിൻ്റെ വ്യാപ്തിയൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ മുഞ്ചിയ അവസ്ഥയെ നമുക്കറിയാം. ഏതാണ്ട് 100 കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുന്ന സമാധാനപരമായിട്ടുള്ള അധികാര കൈമാറ്റമാണ് ഇന്ത്യയിൽ നടന്നത് പണ്ട്, അതായത് 2014 മുമ്പ്. 2014 ശേഷം ജിയും
ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ കൂട്ടത്തിലുള്ള ജിയും ജിയുടെ താഴത്തുള്ള കുറച്ച് ആൾക്കാരും പറയും. അതിനനുസരിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാത്ത അൺബയാസ്ഡ് ആയിട്ട് നിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഫ്രോഡ് ഇന്ത്യയിൽ. അത് വ്യക്തമാക്കി തന്നു, പലവട്ടം വ്യക്തമാക്കി തന്നു. വോട്ട് കയറ്റിയതും വോട്ട് വെട്ടിയതും വോട്ട് ഇല്ലാണ്ടാക്കുന്നതും മരിച്ചവനെ ജീവിപ്പിക്കുന്നതും ജീവിപ്പിച്ചവനെ മരിച്ചതുമായിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ പുറത്തോട്ട് വന്നപ്പം ജനാധിപത്യം എന്നുള്ള കൊണ അതോട് തീർന്നു കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സഹിഷ്ണുതയുടെ ചരിത്രമാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ച ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യ ചരിത്രപ്രധാനമായിട്ടുള്ള അഭയം നൽകിയിട്ടുണ്ട്. സഹിഷ്ണുത സംസ്കാരത്തിൻ്റെ ഭാഗമായതിനാൽ ഇന്ത്യയിൽ ഇത്രയധികം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സഹിഷ്ണുതയുടെ ചരിത്രം കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള, വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആള് നമ്മുടെ താടിയുടെ കൂടെ താഴത്തുള്ള അമിട്ടിന്റെ താഴത്തുള്ള രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, അതായത് സംഘപരിവാൻസ് ഭരിക്കുന്ന സകല മുഖ്യമന്ത്രിമാരുടെയും വായിന്ന് വന്ന വിദ്വേഷങ്ങളുടെ പ്രസ്താവനകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ലോകത്തിലെ ഒന്നാമത്. അപ്പോൾ സഹിഷ്ണുതയുടെ ചരിത്രം അവിടെ മുൻചി വീണ്ടും. അതുമാത്രമല്ല, അതവിടെ നിൽക്കട്ടെ, അതല്ലാണ്ട് ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിലും ജയശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിലും സീതനെ വിളിച്ചിട്ടില്ലെങ്കിലും പള്ളികൾ പൊളിച്ചിട്ടും അവിടെ പണ്ട് ഏതോ കാലത്തൊരു ലിംഗം കണ്ടുപിടിച്ചിന് അല്ലെങ്കിൽ ലിംഗം അടിയിൽ കൊണ്ടുവച്ചത് ആ ലിംഗം കിട്ടിയിട്ടുണ്ട്, ഞങ്ങളിത് അമ്പലമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സഹിഷ്ണുത ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് തെന്നി തുളുമ്പി നിൽക്കുന്നുണ്ട്. സഹിഷ്ണുത ഒക്കെ പണ്ടായിരുന്നു. ഇതുപോലെ അവിടുത്തെ മാധ്യമങ്ങളെ പറ്റിക്കാൻ നോക്കരുത്. ഇവന്മാർ നമ്മുടെ നാട്ടിൽ നടക്കുന്ന A to Z കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ പൊട്ടന്മാരായിക്കൊണ്ട് ഇന്ത്യ എന്ന് കേട്ടാൽ തന്നെ കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയിലോട്ട് ഇന്ത്യൻ ആൾക്കാർ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ലോക രാജ്യത്ത് അല്ലെങ്കിൽ ലോക പോളിസികൾ, ഇൻ്റർനാഷണൽ പോളിസികൾ എന്നുള്ളത് വ്യക്തമാണ്. അപ്പം ഈ പറഞ്ഞ സഹിഷ്ണുത എത്രത്തോളം ഉണ്ട്, വൈവിധ്യമാർന്ന് നിലനിൽക്കുന്ന സഹിഷ്ണുത സംസ്കാരത്തിൻ്റെ ഒക്കെ കഥകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എത്രത്തോളം എന്ന് പറയാം. ക്രൈമുകളാണെങ്കിലും വേണ്ടില്ല, ഏറ്റവും കൂടുതൽ ക്രൈമുകളെ ഇവിടെ റേപ്പും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിനേക്കാൾ കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിൽ വിദ്വേഷ പ്രചരണം അല്ലെങ്കിൽ ഈ ഇസ്ലാമോഫോബിയ പരത്തുക, ലവ് ജിഹാദ് ഉണ്ടാക്കുക, ലാൻഡ് ജിഹാദ് ഉണ്ടാക്കുക, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടാക്കുക, ബീഫ് ജിഹാദ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സഹിഷ്ണുതാപരമായിട്ടുള്ള സൂത്രവാക്യങ്ങൾ. അപ്പം നിങ്ങൾ കണ്ടോ, ഇതൊക്കെയായിരുന്നു നമ്മുടെ വിദേശകാര്യ വക്താവ് ഇന്നലെ മെഴുകിക്കൊണ്ടിരുന്നത്. പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് മെഴുകലിൻ്റെ ഉസ്താദുകളായിട്ട് മാറിയുള്ള ആളുകൾ മെഴുകിക്കൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഇത്. ഇപ്പം ഇന്ത്യയുടെ അവസ്ഥ എന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇന്ത്യയിൽ ഇപ്പം വേൾഡിൽ ഏറ്റവും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഏഷ്യയിലെ ഏറ്റവും പെർഫോമിംഗ് കറൻസി ഇന്ത്യക്കാണ്. 97 രൂപയിലോട്ട് ഡോളറിന് മൂല്യം തകർച്ചയിൽ വന്നിരിക്കുക. അതായത് ഇന്ത്യയുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, -6.5% ആണ് ഇന്ത്യയുടെ രൂപയുടെ പെർഫോമൻസ്. അതായത് ഏഷ്യയിലെ ഏറ്റവും വേഴ്സ്, പറഞ്ഞ ബംഗ്ലാദേശിനേക്കാൾ വേഴ്സ്, നേപ്പാളിനേക്കാൾ വേഴ്സ്, ഈ വേഴ്സ് അവസ്ഥയിലാണ് നമ്മൾ ലോകം ചുറ്റി ഇമാതിരി അവാർഡുകൾ വാങ്ങിക്കൂട്ടി ഗുരുവാണ് നമ്മൾ എന്ന് പറഞ്ഞ് എന്താ പറയുക, വാട്സപ്പ് മീഡിയയിലും അല്ലെങ്കിൽ ഗോതി മീഡിയയിലും ഇതും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിന് ഇനി നിങ്ങൾ പറ, ഇത്രയും നാണം ഓൾറെഡി നമ്മൾ ഇന്നലെ കിട്ടു. അത് കഴിഞ്ഞിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോയിട്ട് ഇമാതിരി കളവുകളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം. ഇനി നിങ്ങൾ പറ, നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. സംഘികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട. സംഘികൾ കുറേ തരം, സാധാരണ സംഘികൾക്ക് പേരും ഊരും വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉണ്ടാവില്ല. സംഘികൾ കുറേ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് കമൻറ്റ് ഇടും. കാണാൻ രസമാണ്, കേൾക്കാൻ രസമാണ്, കൈയടിച്ച് ചിരിക്കാനുള്ള ഒരുപാട് വകയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.